ആമേൻ. തുടക്കം നല്ലതല്ല, തുടക്കം നല്ലതല്ലേ, ഒടുക്കം നല്ലതാകും. നിരാശപ്പെടരുത്. ഇപ്പോൾ നിന്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഇപ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. ആമേൻ. ജനിച്ചു വളർന്ന ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത അനുഭവത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. യാക്കോബിനെ പോലെ ഒടുക്കം നല്ലതാകാൻ പോകുക. നീ മാത്രമല്ല, നിന്റെ അടുത്ത തലമുറ വരെയും അനുഗ്രഹിക്കത്തക്ക വിധത്തില് പരിശുദ്ധാത്മാവ് നിന്നെ പണിയുമെന്ന് ദൂത് വിളിച്ചു പറയുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 35:12. അവൻ അബ്രഹാമിനും ഈസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. ഞാൻ അബ്രഹാമിനും ഈസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും. നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കും എന്ന് അരുളി ചെയ്തു. ഈ യാക്കോബിൻ്റെ ദൈവം എന്ന് അനേക പ്രാവശ്യങ്ങൾ പറയുമ്പോഴും ഈ കഷ്ടത്തിലൂടെ കടന്നുപോയ ഭക്തൻ ഒരു അനുഗ്രഹത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം. ഇസഹാക്ക് തൻ്റെ അപ്പനാണ്, കണ്ണ് കണ്ടുകൂടാത്ത അപ്പൻ. അപ്പൻ്റെ തുടക്കം നല്ലതായിരുന്നു. അപ്പൻ്റെ തുടക്കം എന്താ? അബ്രഹാമിൻ്റെ ചിരിപുത്രനായി, ചിരിക്കുടുക്കയായി ജനിച്ചു. തറയിൽ വയ്ക്കാതെ സാറ കൊണ്ടു നടന്ന് വളർത്തി, വലുതാക്കി, അഭ്യസിപ്പിച്ചു. നല്ല ഭക്തിയും നല്ല ഭയവും നല്ല ദൈവകൃപയും ഒക്കെ ഉണ്ടായിരുന്നു. വലിയ സംരക്ഷണം ലഭിച്ചു. ഒന്നും ഇസഹാക്കിനെ കുറിച്ച് തെറ്റൊന്നും പറയാൻ നമുക്കില്ല. നല്ല കുടുംബജീവിതമായിരുന്നു, എല്ലാം കൊണ്ടും നല്ലതായിരുന്നു. പക്ഷെ ഒടുവിൽ താൻ ദുഃഖിച്ചു. എന്താ ഒടുവിൽ ദുഃഖിച്ചത്? മക്കൾ തമ്മിലടിക്കുന്നത് കണ്ട് ദുഃഖിക്കേണ്ടി വന്നു. ഭാര്യ അതുവരെയും വിശ്വസ്തയോടെ നിന്നിട്ട് ഏറ്റവും ഒടുവിൽ കണ്ണു കണ്ടുകൂടാതായപ്പോൾ മുതലെടുക്കുന്നത്. കാഴ്ചയുണ്ടായിരുന്ന സമയത്തിൽ അവൾ ഇഞ്ച് മാറത്തില്ലായിരുന്നു. പക്ഷെ കാഴ്ച നഷ്ടപ്പെട്ടു പോയപ്പോൾ മക്കളെ കൂട്ടിയടിക്കാനൊക്കെ ഉള്ള സാഹചര്യങ്ങൾ അവൾ ഒരുക്കി. അവളുടെ അബുദ്ധിയില്ലായ്മ. അങ്ങനെ ദുഃഖം അദ്ദേഹത്തെ തേടി വന്നു. മക്കളെക്കുറിച്ച് എനിക്കിപ്പോൾ ദുഃഖിക്കാനില്ല. കാരണം ഒരുവൻ വീട്ടിൽ നിന്ന് പോയി, വേറൊരുവൻ എനിക്കൊന്നും തന്നില്ല, എല്ലാം അവൻ കൊണ്ടുപോയി എന്ന് പറഞ്ഞ് അതിൻ്റെ പേരിൽ എപ്പോഴും കുത്തുവാക്ക്. ഭാര്യ പലപ്പോഴും പറയും, നിങ്ങൾ എൻ്റെ കൊച്ചിനൊന്നും കൊടുത്തില്ല എന്ന് പറഞ്ഞു. രണ്ടും തൻ്റെ കൊച്ചാണ് എങ്കിലും അങ്ങനെ തുടങ്ങിയുള്ള കണ്ണു കണ്ടുകൂടാത്തിരിക്കുന്ന ഈ അപ്പനെ മുതലെടുക്കുവാൻ യാക്കോബിൻ്റെ കൂടെ നിന്നു. അല്ലെങ്കിൽ അമ്മയ്ക്ക് അവിടെ ഇടപെടായിരുന്നു. മക്കളെ, നീ ചെയ്യുന്നത് ശരിയല്ലടാ. കണ്ണു കണ്ടുകൂടാത്ത നിന്റെ അപ്പനെ നീ വഞ്ചിക്കരുത്, വിശ്വസ്തയോടെ നില്ലടാ, ഇതൊന്നും പറയാതെ. അപ്പം ഇതെല്ലാം ഇസഹാക്ക് കേട്ട് തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം അത്ര നല്ലതല്ല. ആരൊക്കെ ഉണ്ടല്ലോ, ഒരു കാലം നല്ലതായിരുന്നു അല്ലേ? ഒരു കാലം നല്ലതായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറേ ദുഃഖങ്ങളും വേദനകളും നിങ്ങൾ അനുഭവിക്കുന്നു. ഒരു ഇസഹാക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. തുടക്കം നല്ലതായിരുന്നു, ഒടുക്കം അത്ര മോശം. പക്ഷെ നമുക്ക് യാക്കോബിലേക്ക് പോകാം. യാക്കോബ് തുടക്കം അത്ര നല്ലതല്ലായിരുന്നു. വീട്ടിൽ തന്നെ ആദ്യമേ അവോയ്ഡ് ചെയ്തു. വീട്ടിൽ നിന്ന് അടിച്ചിറക്കി. ജ്യേഷ്ഠൻ മസിൽ പവർ ഉപയോഗിച്ച് അവനെ ഒതുക്കി. പയറുപായസമൊക്കെ കൊടുത്ത് ആത്മീയ അനുഗ്രഹങ്ങളൊക്കെ മേടിച്ചുവെങ്കിലും തന്നെ ആരും അംഗീകരിക്കുന്നില്ല. തനിക്ക് സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല, തൻ്റെ അവകാശമെന്ന് പറയാൻ ഒന്നുമില്ല. ഒരു വടിയും കൊണ്ടാ പോയത് പുള്ളി. അപ്പോഴും അവൻ ആഗ്രഹമുണ്ട്. ജനിച്ചു വളർന്ന മണ്ണിൽ നിന്ന് ഒരു പിടി മണ്ണ് കിട്ടാൻ, ഒരു പിടി മണ്ണിന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ കിട്ടിയില്ലല്ലോ. അവരെന്നെ അടിച്ചിറക്കി. ജനിച്ച മണ്ണിൽ ഒരു പിടി മണ്ണ് തന്നില്ല, ഒരു പിടി മണ്ണ് കിട്ടിയില്ല. ജനിപ്പിച്ച അപ്പൻ്റെ കൂടെയും ജനിപ്പിച്ച അമ്മയുടെ കൂടെയും അവരുടെ മരണം വരെയും ഒരുമിച്ച് താമസിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ അതും നടന്നില്ല. അവരോടിച്ചു, അതും നടന്നില്ല. ജ്യേഷ്ഠനുമായിട്ട് ഐക്യതയോടുകൂടി അവസാനം വരെ ജീവിക്കണമെന്നൊരാഗ്രഹമുണ്ട്. അതും നടന്നില്ല. എല്ലാം നഷ്ടപ്പെട്ടു.
ലാബാന്റെ അടുക്കൽ കടന്നു ചെല്ലുമ്പോൾ അവിടെ വെച്ച് അവൻ അനേക പ്രാവശ്യം ചിന്തിച്ചു, ബിസിനസ് ചെയ്ത് വലിയ നേട്ടങ്ങളൊക്കെ വരുന്നുണ്ട്, പക്ഷേ ചേട്ടനില്ലല്ലോ, അമ്മയില്ലല്ലോ, അപ്പനില്ലല്ലോ, എനിക്കെൻ്റെ നാട്ടിൽ പോകാൻ പറ്റാത്ത സ്ഥിതിയാണല്ലോ. ഒരുപാട് കഷ്ടം, ഒത്തിരി ബുദ്ധിമുട്ടുകൾ തൻ്റെ തുടക്കകാലത്ത് അനുഭവിച്ചു. പക്ഷേ ഓരോ പടിപടിയായി താൻ അനുഗ്രഹം പ്രാപിക്കാൻ തുടങ്ങി. ഓരോ നഷ്ടപ്പെട്ടു പോയ നന്മകളും താൻ പ്രാപിക്കുവാൻ തുടങ്ങി. സാമ്പത്തികമായി താൻ ഉന്നത വീതിയിലേക്ക് കടന്നു വരുവാൻ തുടങ്ങി. തൻ്റെ കുടുംബജീവിതം ഏറ്റവും അനുഗ്രഹമായി തീർന്നു. തനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ദൈവം കൊടുത്തു. ഒടുവിൽ ലാബാനിൽ നിന്ന് സന്തോഷത്തോടുകൂടി യാത്രയും പറഞ്ഞ് സ്വദേശത്തിലേക്ക് കടന്നു വരുന്നു. ജ്യേഷ്ഠൻ ആദ്യം തന്നെ കൊല്ലുമെന്ന് പറഞ്ഞ് ആക്രമിക്കാൻ തക്ക വിധത്തിലൊക്കെ വന്നു. പക്ഷേ ഒടുവിൽ പെട്ടെന്ന് ചേട്ടൻ വന്ന് ആലിംഗനം ചെയ്തു. അവർ തമ്മിലുള്ള പിണക്കങ്ങളെല്ലാം തീർന്നു. ജ്യേഷ്ഠനോടൊപ്പം സ്നേഹത്തോടുകൂടി ആയിത്തീർന്നു. യാബോക്ക് കടവിൽ കടന്നു വന്നതിന് ശേഷം നീ ഇന്നു മുതൽ ഇസ്രായേൽ എന്നറിയപ്പെടുമെന്നുള്ള വാഗ്ദത്വം അവന് കൊടുത്ത് ദൈവവുമായിട്ട് നല്ലൊരു അഭേദ്യമായൊരു ബന്ധം തനിക്കുണ്ടാക്കിയെടുത്തു. ഒടുവില് ഇന്ന് നമ്മൾ വായിച്ച വാക്യം വരെ ചെന്നെത്തി. ഞാൻ അബ്രഹാമിനും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്കും ഈ ദേശം കൊടുക്കുമെന്ന് അരുളി ചെയ്തു. നീ മാത്രമല്ല, നിന്റെ മക്കളെ ഞാൻ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആമേൻ. തുടക്കം അത്ര ശരിയല്ലായിരുന്നു, പക്ഷെ ഒടുക്കം നല്ലതായി തീർന്നു. ആമേൻ. തുടക്കം നല്ലതല്ല, തുടക്കം നല്ലതല്ലേ, ഒടുക്കം നല്ലതാകും. നിരാശപ്പെടരുത്. ഇപ്പോൾ നിന്റെ സ്ഥിതി അത്ര നല്ലതല്ല. ഇപ്പോൾ എല്ലാവരും നിന്നെ ഉപേക്ഷിച്ചു. ആമേൻ. ജനിച്ചു വളർന്ന ഭൂമിയിൽ ഒരു പിടി മണ്ണ് പോലും ഇല്ലാത്ത അനുഭവത്തിൽ വന്നു. പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുകയാണ്. യാക്കോബിനെ പോലെ ഒടുക്കം നല്ലതാകാൻ പോകുക. നീ മാത്രമല്ല, നിന്റെ അടുത്ത തലമുറ വരെയും അനുഗ്രഹിക്കത്തക്ക വിധത്തില് പരിശുദ്ധാത്മാവ് നിന്നെ പണിയുമെന്ന് ദൂത് വിളിച്ചു പറയുന്നു. എന്നോടൊപ്പം വിശ്വസിക്കുന്നവർ കൈയടിച്ചു പറ, യെസ്, ഞങ്ങളുടെ തുടക്കം നല്ലതല്ല എങ്കിൽ ഞങ്ങളുടെ ഒടുക്കം നല്ലതാകും. തുടക്കം കണ്ണുനീരും കഷ്ടവും ബുദ്ധിമുട്ടുമായിരുന്നുവെങ്കിലും ഒടുക്കം ഏറ്റവും നല്ലതായി തീർന്ന ഒരു ഭക്തന്റെ കഥയാണ്. കഥയല്ല, ഭക്തന്റെ അനുഭവമാണ് നാം ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം. എന്തായിരുന്നു അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും അനുഗ്രഹം ഞാൻ നിനക്ക് തരുമെന്ന് പറഞ്ഞതിൻ്റെ പിന്നില് ചില പ്രത്യേകതകളുണ്ട്. അബ്രഹാം അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. അബ്രഹാമിൻ്റെ അനുഗ്രഹം പറഞ്ഞാലും തീരത്തില്ല. പക്ഷേ പുള്ളിക്കാരൻ ചില കാര്യാദികൾ ചിട്ടയോടെ വ്യക്തമായി താൻ അനുസരിച്ചു. അബ്രഹാമിൻ്റെ അനുഗ്രഹം യാക്കോബിൻ്റെ മേൽ കടന്നു വന്നത് വെറുതെയല്ല. അബ്രഹാം ചിലത് ശീലിച്ചു, അബ്രഹാം ചിലത് ചെയ്തു ദൈവഹിതപ്രകാരം. അതൊരു ചെറിയ സംഭവം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായത്തിലേക്ക് കടക്കുന്ന സമയത്തിൽ 4 മുതൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അവിടെ അബ്രഹാം യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളുടെയും കാടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞു. സമ്പത്ത് വളരെ ഉണ്ടായത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. അബ്രഹാമിൻ്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും പെരിസ്ത്യരും അന്ന് ദേശത്ത് പാർത്തിരുന്നു. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എൻ്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുതേ, നാം സഹോദരന്മാരല്ലോ, ദേശമെല്ലാം നിന്റെ മുമ്പാകെ ഇല്ലയോ? എന്നെ വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്ന് പറഞ്ഞു. ഉൽപ്പത്തി 13:14. ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും നോക്കുക. നീ കാണുന്ന ഭൂമിയൊക്കെയും ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും ശാശ്വതമായി തരും. ഞാൻ നിന്റെ സന്തതിയെ ഭൂമിയിലെ പൊടി പോലെയാക്കും. ഭൂമിയിലെ പൊടിയെ എണ്ണുവാൻ കഴിയുമെങ്കിൽ നിന്റെ സന്തതിയെയും എണ്ണാം. നീ പുറപ്പെട്ട് ദേശത്ത് നെടുകയും കുറുകയും സഞ്ചരിക്ക, ഞാൻ അത് നിനക്ക് തരും. ദൈവം
ഈ ഭൂമി വസ്തുക്കളെ അവകാശമാക്കാൻ അബ്രഹാമിനോട് ആദ്യം പറയുന്നത് കിഴക്കോട്ട്, പടിഞ്ഞാറോട്ട്, വടക്കോട്ട്, തെക്കോട്ട് നോക്കണം. നീ വേറെ കഷ്ടപ്പെടുകയൊന്നും വേണ്ടെന്നേ, ഇത്രയും നോക്കാൻ പറ്റുമോ നിനക്ക്? നോക്കുമ്പോൾ നിന്റെ കണ്ണിൽ എവിടെയൊക്കെ കാണുന്നോ അതെല്ലാം നിനക്ക് കിട്ടും. അങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം നിനക്ക്, ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം നിനക്ക്, ഇങ്ങോട്ട് നോക്കുമ്പോൾ കാണുന്നതെല്ലാം നിനക്ക്. ഒരു വാഗ്ദത്വമാണ്, ഒരു അനുഗ്രഹമാണ്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നോക്കിയാൽ മാത്രം പോരാ, നടക്കണം. നീ എവിടെയൊക്കെ നടക്കുന്നുവോ, വണ്ടി പോയാൽ പറ്റൂല കേട്ടോ, കാറിൽ പോരുത്, ടൂ വീലറിൽ പോരുത്, സൈക്കിളിൽ പോരുത്, നടക്കണം. അഭിഷിക്തന്മാർ എന്ത് ചെയ്യണം? അത്യാവശ്യത്തിന് നടക്കണം. രണ്ടാമത് അബ്രഹാമിനോട് പറഞ്ഞു നടക്കാൻ പറഞ്ഞു. ആദ്യം എന്താ പറഞ്ഞേ? നോക്കാൻ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു നടക്കാൻ പറഞ്ഞു. എപ്പോഴാണ് ഈ രണ്ട് കൽപ്പനകളെ അവന് കൊടുത്തത്? ബൈബിൾ എഴുതിയിരിക്കുന്നത് ലോത്ത് അബ്രഹാമിനെ വിട്ട് പിരിഞ്ഞ ശേഷം. വിട്ട് പിരിഞ്ഞതിന് ശേഷം. ചിലതൊന്നും വിട്ട് പിരിയത്തില്ല ഒരിക്കലും. ചിലത് വിട്ടുപിരിയാൻ പറ്റത്തില്ല, ചിലതിനെ വിട്ടുപിരിയാൻ കഴിയത്തില്ല. പക്ഷെ അബ്രഹാം വിട്ടുപിരിയാൻ തീരുമാനിച്ചു. അപ്പോഴാ പറഞ്ഞത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ പറഞ്ഞു. വിട്ടുപിരിയാൻ തീരുമാനിച്ചു, അപ്പോഴാ പറഞ്ഞത് നടക്കാൻ പറഞ്ഞു. സംഭവം മനസ്സിലായില്ല. നിങ്ങൾ ചിലതിനെ വിട്ട് പിരിയണം. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ വിട്ടുപിരിയണം. ദൈവഹിതമില്ലാത്തതായിട്ടുള്ള ഏതെങ്കിലും വസ്തുക്കൾ നിങ്ങളുടെ ഭവനത്തിനകത്തുണ്ടെങ്കിൽ അതിനെ വിട്ടുപിരിയണം. ദൈവഹിതമില്ലാത്ത ഏതെങ്കിലും പാപപ്രവർത്തികൾ നിങ്ങളിലുണ്ടെങ്കിൽ അതിനെ വിട്ടുപിരിയണം. ദൈവഹിതമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളിലുണ്ടെങ്കിൽ അത് വിട്ടുപിരിയണം. അപ്പോഴായിരിക്കും നീ കാല് ചവിട്ടുന്ന ദേശമൊക്കെയും ദൈവം നിനക്ക് ആമേൻ അവകാശമാക്കാൻ അനുവാദം തരുന്നത്. എന്താ ഇവിടെ അബ്രഹാമിൽ സംഭവിച്ചത്? അബ്രഹാമിന്റെ ചെറുവിരല് തൂങ്ങിക്കൊണ്ടിറങ്ങിയ ഒരു ഭക്തനാണ് ലോത്ത്, സഹോദരപുത്രൻ. അബ്രഹാമിൽ നിന്ന് കണ്ടുപിടിച്ചു, കേട്ടുപഠിച്ചു. അബ്രഹാം നന്നായിട്ട് ആരാധിച്ചു. നിങ്ങളെ വീട്ടിൽ പോയി വായിച്ചല്ലോ, അബ്രഹാം ആരാധിച്ചു, അതിൻ്റെ അനുഗ്രഹം ലോത്തിനും കിട്ടി. അപ്പോൾ ആരാധിച്ചു, സ്തുതിച്ചു, മഹത്വപ്പെടുത്തി, യാഗം കഴിച്ചു. ഇതിൻ്റെ എല്ലാ അനുഗ്രഹം ലോത്തിനും കിട്ടി. ലോത്ത് എന്താ ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആടുമാടുകളും ഇടയന്മാരും ഒക്കെയും ദൈവാനുഗ്രഹത്താൽ ലോത്തിന് വർദ്ധിച്ചു, അബ്രഹാമിനും ഉണ്ടായിരുന്നു. ഒരു വിധത്തിൽ പാർട്ണർഷിപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ് എങ്കിലും അവരവർ കഷ്ടപ്പെട്ടതനുസരിച്ച് അവരുടെ മേലുള്ള ദൈവത്തിൻ്റെ അനുഗ്രഹം നിമിത്തം അവർ വർദ്ധിച്ചു. ഒരു വാക്ക് അവിടെ ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്താ? കന്നുകാലി ഇടയന്മാർ, കന്നുകാലി സമ്പത്ത് മുഖത അവർ പാർപ്പാൻ തക്കവണ്ണം ദേശത്തിൽ അവരെ വഹിച്ചുകൊണ്ട്, അതെ 6-ാം വാക്യം, അവർ ഒന്നിച്ച് പാർപ്പാൻ തക്കവണ്ണം ദേശത്തിന് അവരെ വഹിച്ചുകൂടാഞ്ഞ് സമ്പത്ത് വളരെ ഉണ്ടായത് കൊണ്ട് അവർക്ക് ഒന്നിച്ച് പാർപ്പാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ടാണ് ഒന്നിച്ച് പാർപ്പാൻ കഴിയാത്തത്? സമ്പത്ത് വളരെ ഉണ്ടായത് കൊണ്ട്. സമ്പത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതാണ്, പ്രാർത്ഥിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ സമ്പത്ത് വർദ്ധിക്കുമ്പോൾ സൂക്ഷിക്കണം. ബന്ധങ്ങൾ ശിഥിലമാകാൻ സാധ്യതയുണ്ട്. സമ്പത്ത് അപ്പോൾ കറക്റ്റ് ഒരു മാമോനാണ്. സമ്പത്ത് കറക്റ്റ് ഒരു പിശാചാണ്. സമ്പത്ത് ചിലയിടത്തൊക്കെ പ്രശ്നമാണ്, ഇല്ലെങ്കിലും പ്രശ്നമാണ്, ഉണ്ടെങ്കിലും പ്രശ്നമാണ്. സമ്പത്ത് വർദ്ധിച്ചതു നിമിത്തം ഇവിടെ ഇടയന്മാർ തമ്മിൽ ഉരയാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് ചിലർക്കൊരു ദൂത് തരുമ്പോൾ ഏറ്റെടുത്തോണം. സമ്പത്ത് കൂടിയതാണോ ചില ഉരച്ചിലുകൾക്ക് കാരണം? കുറയ്ക്കാൻ ദൈവത്തിനറിയാം. സമ്പത്ത് വർദ്ധിക്കുമ്പോൾ, ആരോഗ്യം വർദ്ധിക്കുമ്പോൾ, കഴിവുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും ഒരു ഉരച്ചിലിന് സാധ്യതകൾ നിങ്ങൾ കൊടുക്കരുത്. ദൈവഹിതപ്രകാരം തന്നെ പോകണം. തങ്ങളുടെ തന്നിഷ്ടപ്രകാരം പോകാൻ വേണ്ടി ശ്രമിക്കരുത്. കാരണം സമ്പത്ത് തന്നവന് സമ്പത്തിനെ മാറ്റാനും കഴിയപ്പെടാം. മനസ്സിലായവരെൻ്റെ കരങ്ങളെ അടിച്ചു ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവേ ഞങ്ങൾ പിന്മാറി പോകരുതേ. ഞങ്ങൾ ദാരിദ്ര്യം മാറാൻ ആഗ്രഹിക്കുന്നവരാ, കടബാധ്യത മാറാൻ ആഗ്രഹിക്കുന്നവരാ, തൊഴിൽ മേഖലകൾ അനുഗ്രഹം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരാ. ഞങ്ങളെ ദൈവം വർദ്ധിപ്പിക്കും, പക്ഷെ ഞങ്ങൾ പിന്മാറി പോകാൻ അനുവദിക്കരുതേ ജീസസ്. ശരി,
അപ്പോൾ രണ്ടുപേരും വലിയ പണക്കാരനായി. ഒന്നുമില്ലായ്മയിൽ ഇറങ്ങി തിരിച്ചതാണ്. പുള്ളിക്കാരൻ്റെ ജോലി എന്തായിരുന്നു? അബ്രഹാമിൻ്റെ അപ്പൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേരഹിൻ്റെ മകനായ അബ്രഹാമാണ്. അപ്പോൾ തേരഹിൻ്റെ ജോലി എന്നാന്ന് പറഞ്ഞാൽ ദൈവങ്ങളെ ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ജോലിയാണ് ആര് ചെയ്തുകൊണ്ടിരുന്നത്? തേരഹ് ചെയ്തുകൊണ്ടിരുന്നത്. പുള്ളിക്കാരൻ ഇതെല്ലാം കൂടെ ഉണ്ടാക്കി വെച്ച് വെയിലത്ത് വെച്ച് ഉണക്കി, പിന്നെ നല്ല കണ്ണ് വരച്ച്, നല്ല പുരികം വരച്ച്, നല്ല ഒരു കുത്തൊക്കെ കൊടുത്ത്, എല്ലാം നല്ല ഡിസൈനെല്ലാം ചെയ്ത് ഉണക്കി പറക്കി വെച്ച് എല്ലാം വെച്ച് നല്ലതായിട്ട് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി ഇന്ന മാർക്കറ്റിൽ പോട്ടെ, തമിഴ്നാട് പോട്ടെ, ആന്ധ്രയ്ക്ക് പോട്ടെ, ഡൽഹിക്ക് പോട്ടെ, പിന്നെ അടുത്ത വിദേശ രാജ്യങ്ങളിലൊക്കെ കയറ്റി അയക്കുമായിരിക്കാം. ഉണ്ടോ, അടുത്ത രാജ്യങ്ങളിലൊക്കെ വിടുമായിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ദൈവത്തിൻ്റെ സ്പെഷ്യലിസ്റ്റായിരുന്നു, ദൈവത്തെ ഉണ്ടായി. പക്ഷേ ഈ മോന് ഒരു ശകലം കുഴപ്പമുണ്ടായിരുന്നു. അബ്രഹാമിന് പല ആവർത്തി ഇവൻ ഈ ദൈവങ്ങളെയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുറിക്കകത്ത് കയറുമ്പോൾ ഭയങ്കര ഇരുട്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ ചിന്തിക്കും, എടാ ഞാനൊരു വെളിച്ചം കൊണ്ട് വരുന്നതുകൊണ്ടാണല്ലോ ഈ മുറിക്കകത്ത് വെളിച്ചം കിട്ടുന്നത്. എൻ്റെ അപ്പൻ ഇതിനെ ദൈവങ്ങളെ ഉണ്ടാക്കി വിറ്റുകൊണ്ടിരിക്കുന്നു. ഈ ദൈവത്തിന് ഇവിടെ ഇച്ചിരി വെളിച്ചം തരാൻ പറ്റൂലേ? പുള്ളിക്കൊരു സംശയമുണ്ട് പലപ്പോഴും. എടീ, ദൈവങ്ങളല്ലേ ഈ നിരന്നിരിക്കുന്ന? ഏത് വീട്ടിലുള്ള ഏറ്റവും കൂടുതൽ ദൈവങ്ങൾ ആരുടെ വീട്ടിലാ? തേരഹിൻ്റെ വീട്ടിൽ. മനസ്സിലാവുന്നു? തേരഹിൻ്റെ വീട്ടിലാണ് ഏറ്റവും കൂടുതൽ ദൈവങ്ങളുള്ളത്. പക്ഷേ ഈ ഇപ്പോഴത്തെ പിള്ളേർ ഇങ്ങനെയാണ്, ഭയങ്കര സംശയങ്ങളാണ്. സൂക്ഷിച്ചും പത്തുമൊക്കെ പോകണം, ഇല്ലെങ്കിൽ ആകെ പോക്കാം. ഇവന്മാർ ഭയങ്കരമായിട്ട് അങ്ങ് ചിന്തിച്ച് കളയും. തേരഹ് വിചാരിച്ചു ഇതാണ് ദൈവങ്ങൾ, ഇതാണ് അതെ അനേകരുടെ വീട്ടിന് വെളിച്ചം കൊടുക്കുന്നത്, ഐശ്വര്യം കൊടുക്കുന്നത്, അനുഗ്രഹം കൊടുക്കുന്നത്, സാധനം. എനിക്ക് പൈസ തന്നാൽ ഞാനിതിനെ കറക്റ്റായിട്ട് തരും എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിനെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോർ റൂമിനകത്ത് ഒരു ചെറിയ വെളിച്ചം കൊടുക്കണമെങ്കിൽ ഈ അബ്രഹാം ചെന്ന് വെളിച്ചം കത്തിക്കണം. അപ്പോൾ പുള്ളി അന്നേ ഒരു സംശയമാണ്. ഒരു ദിവസത്തിൽ പുള്ളിക്കാരൻ ഈ വെളിച്ചം ഇതൊക്കെ വച്ചിരിക്കുന്ന സ്ഥലത്തിന് വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഒരു കുറച്ച് വിറകൊക്കെ വെച്ച് ഇങ്ങനെ തീയും കത്തിച്ചിട്ടിട്ട് അപ്പുറത്ത് പോയി 2 ആടിന് വെള്ളവും കൊടുത്ത് പശുവിനെ ഒന്ന് കുളിപ്പിച്ചിട്ടൊക്കെ പുള്ളിക്കാരൻ വന്നപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ ആളിപ്പറന്ന് അവിടെ ഇരുന്ന ദൈവങ്ങളെല്ലാവരും കത്തിപ്പോയി, തീ പിടിച്ചു. അപ്പോഴും ഒരു സംശയം, ദൈവമാണെങ്കിൽ ഈ തീ അണച്ചൂടായിരുന്നോ? ദൈവമാണെങ്കിൽ ഇതെങ്ങനെയാ കത്തിച്ചിരുന്ന? ദൈവമൊന്നും അല്ലതാ. എങ്കിലും അപ്പം പറഞ്ഞു, മക്കളെ ആ ദൈവത്തെ എടുത്ത് ഇങ്ങോട്ട് എടുത്ത് വെച്ചു. മക്കളെ ഈ ദൈവത്തെ എടുത്ത് ഇങ്ങോട്ട് വേടാ, ഇങ്ങനെ വെച്ചു. പക്ഷേ പുള്ളിയുടെ ഉള്ളിനകത്ത് യൂട്യൂബ് ഉണ്ടായിരുന്നെങ്കിൽ കയറി പഠിക്കായിരുന്നു, ഗൂഗിൾ ഉണ്ടായിരുന്നെങ്കിൽ അതും നോക്കായിരുന്നു. പക്ഷെ എനിക്ക് ഭയങ്കര സംശയം വന്നേ, എന്താ കുഴപ്പമുണ്ട്, ദൈവങ്ങളൊന്നും അല്ല ഇത് എന്നിങ്ങനെ ചിന്തിച്ച് ഏത് ഗൂഗിളിൽ നോക്കി പഠിക്കട്ടെ, ഏത് യൂട്യൂബിൽ നോക്കി പഠിക്കട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് മേളിൽ നിന്നൊരു അശരീരി വരുന്നത്. അബ്രഹാമേ, നിന്റെ പിതൃഭവനത്തെയും ചാർച്ചക്കാരെയും സകലത്തെയും വിട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് പൊയ്ക്കോ. ആ ശബ്ദത്തിന് മുൻപിൽ അവന് മനസ്സിലായി, ഈ കൽപ്രതിമകളല്ല ദൈവങ്ങളെന്ന് പറയുന്നത്, ഈ മൺകൂനയല്ല ദൈവമെന്ന് പറയുന്നത്, ഈ കല്ലുകളല്ല ദൈവമെന്ന് പറയുന്നത്, ഈ കളിമണ്ണുകളല്ല, ഈ പേപ്പറുകളല്ല, ഇതല്ല ദൈവമെന്ന് പറഞ്ഞത്. ദൈവമെന്ന് പറഞ്ഞത് സംസാരിക്കാൻ കഴിവുള്ളവനാണ്. അന്ന് അവന് മനസ്സിലായി, എൻ്റെ അപ്പൻ്റെ പാത പിൻപറ്റിയാൽ പറ്റത്തില്ല. ഞാൻ അശരീരി കേട്ടു, അവൻ ഇറങ്ങിത്തിരിഞ്ഞു. അങ്ങനെയാണ് ലൂത്തും അബ്രഹാമും വീട് വിട്ടിറങ്ങുന്നത്. ദൈവം വിളിച്ചു. അവൻ അന്യ ദൈവങ്ങളിൽ ഒന്നും ഒരു വിശ്വാസമില്ല. ശരി, ഒന്നുമില്ലായ്മയിൽ നിന്ന് അവൻ സമൃദ്ധിയിലേക്ക് കടന്നു വന്നു. ലോത്ത് സമൃദ്ധിയായി. പക്ഷേ ഇടയന്മാർ തമ്മിലൊരു ഉരസൽ. ഏതെങ്കിലും ഇടയന്മാർ എന്നെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ വല്ലപ്പോഴും ഒക്കെ വായിച്ചോളണം. അബ്രഹാമിന്റെ ഇടയന്മാരും ലോത്തിന്റെ ഇടയന്മാരും തമ്മിൽ ഭയങ്കര ഉരസലാണ്. ഇടയന്മാർ ഉരയാൻ പോവരുത്. ഒരു പള്ളിയിൽ 10 ആള് കൂടുന്നെന്ന് വെച്ചോണ്ട് ആ പള്ളിയിലെ വിശ്വാസികളുടെ വീടുകൾ കയറിയിറങ്ങിയിട്ട് ഇടയന്മാർ ഉരസരുത്. നിങ്ങൾ ഉപവാസം എടുക്കണം, നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവേ, എൻ്റെ പള്ളി നിറച്ചും ആത്മാക്കളെ തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിന്റെ ആടുകളും കൂടും. അപ്പൊ നമ്മൾ അസൂയപ്പെട്ടിട്ടോ പാവപ്പെട്ട വിശ്വാസികൾ ഉപദ്രവിച്ചിട്ടോ അവരെ ബുദ്ധിമുട്ടിപ്പിച്ചിട്ടോ അവരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടോ അവരെ ചെന്ന് വിരട്ടിയിട്ടോ ഒന്നും കാര്യമൊന്നുമില്ല. കാറ്റടിക്കുന്നിടത്ത് വേലി കെട്ടും പോലെയാണ് യവന്മാർ പൊപ്പിച്ചുകൊണ്ട് ഇഞ്ഞ് വരുമെന്നേ. 9 മണിക്ക് വന്നില്ലെങ്കിൽ 7 മണിക്കെങ്കിലും കറക്റ്റായിട്ട് അവർ വന്നിരിക്കും. ഇവിടെ വന്നില്ലെങ്കിൽ ആമേൻ എവിടെയെങ്കിലും വരും.
തിരുമലെങ്കിലും വരും. നിങ്ങൾ ചുമ്മാ വേലിയിട്ട് ഇത് വെറുതെ അങ്ങ് വിട്. ആത്മാവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് വിട്ടുകൊടുക്ക. പക്ഷെ ഇടയന്മാർ ഒരയരുത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇവിടെ ഇടയന്മാർക്കാണ് പ്രശ്നം. ആടുകൾക്കൊന്നും ഒരു കുഴപ്പമില്ല. ആടുകൾ തമ്മിലിടിച്ചെന്ന് പറഞ്ഞോ? ഇല്ല, ആടുകൾ തമ്മിലിടിച്ചില്ല, ഇടയന്മാർ തമ്മിലിടിച്ചു. ഇടയന്മാർ തമ്മിലൊരു ഒരച്ചിൽ അങ്ങോട്ട് ഒരയാൻ തുടങ്ങിയ സമയത്തില് അബ്രഹാം പ്രാർത്ഥിക്കുന്നവൻ, ദൈവശബ്ദം കേൾക്കുന്നവൻ ഒരു തീരുമാനമെടുത്തു. യവന്മാരടുത്ത് ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞൊരഞ്ഞ് നിന്നാൽ എൻ്റെ സമയമല്ല, എൻ്റെ അനുഗ്രഹം മുഴുവനും പോകും. എൻ്റെ അനുഗ്രഹം വിട്ടൊരു പരിപാടിയില്ല. അവരൊക്കെ വിചാരിച്ചു ഇത്രേ അനുഗ്രഹമുള്ളൊന്നും ഇല്ലെന്ന്. ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. അബ്രഹാം തീരുമാനിച്ചു, ഇടയന്മാര് ഒരയാൻ തുടങ്ങി, ഞാനും കൂടെ ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ 24 hours ഇവിടെ ഒരച്ചിൽ മാത്രമേ ഉള്ളൂ. കോംപ്രമൈസ് ചെയ്യാനേ സമയം വരുള്ളൂ. പിന്നെ യൂട്യൂബ് എടുക്കേണ്ടി വരും, പിന്നെ വാട്സപ്പ് എടുക്കേണ്ടി വരും, പിന്നെ ഫേസ്ബുക്ക് എടുക്കേണ്ടി വരും. അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ എന്തോ അതുവഴിയാണ് അങ്ങോട്ട് ഒരച്ചില്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുത്തൻ അവനെ കുറ്റം പറയുന്നു, അവൻ ഇവനെ കുറ്റം പറയുന്നു, ഇവർ അപ്പുറത്തെ കുറ്റം പറയുന്നു, അപ്പുറത്തേന് അവൻ ചാടുന്നു, ആടുന്നു, കൈയടിക്കുന്നു. ഇത് ക്യാമറ ഡാൻസ് ആണോ, അതെ അതുകൊണ്ടാണ്, അതാണ്, ഇതാണ്, അതെ എന്നൊക്കെ പറഞ്ഞ് കുളത്തിനകത്ത് കിടക്കുന്ന തവള വിചാരിക്കും ഇതാണ് ലോകമെന്ന്. പക്ഷെ പുള്ളി വല്ലപ്പോഴും ഈ വെളി ചാടിയാലേ ലോകമൊക്കെ അറിയാവൂന്നേ. അപ്പോൾ അങ്ങനെ എനിക്കിവിടെ നിന്ന് ഇവരുടെ പ്രശ്നങ്ങളെ സോൾവ് ചെയ്ത് നിന്നാൽ പറ്റത്തില്ല. അബ്രഹാം ലോത്തിനോട് പറഞ്ഞു, മക്കളെ ഇഞ്ഞ് വാടാ, ഇടയന്മാർ ഭയങ്കര കുഴപ്പടാ, ഞാൻ ഇവിടെ നിൽക്കില്ല, ഞാൻ പോണു. കാരണം എൻ്റെ അനുഗ്രഹം തടസ്സപ്പെട്ടു പോകും, എൻ്റെ നന്മ തടസ്സപ്പെട്ടു പോകും. ഇടയന്മാരെ ഒരയാൻ തുടങ്ങുമ്പോൾ ഞാനും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മേൽ ഒത്തിരി വാഗ്ദത്വങ്ങളുണ്ട്. ഞാൻ പോകുന്നു. നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. ആമീൻ. നമുക്ക് രണ്ടുപേർക്കും ഇവിടെ വച്ച് പിരിയാം. ഇന്ന് പകൽ സമയത്തിൽ ഞാൻ ആത്മാവിൽ പറയട്ടെ, അബ്രഹാം ഇടയന്മാരുടെ ഉരച്ചിലിന്റെ മധ്യത്തിലേക്ക് അവിടെ നിന്ന് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നില്ല. തൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വം ഉണ്ടായിരുന്നു. ആ വാഗ്ദത്വം പ്രാപിക്കാൻ വേണ്ടി പോയതുപോലെ തന്നെ ഇന്ന് പകൽ സമയത്തിലേക്ക് ആരാധിക്കാൻ കടന്നു വന്ന ദൈവത്തിന്റെ സഭയെ ഒരയാനുള്ള സ്ഥലമല്ല ദൈവസഭ എന്ന് പറയപ്പെടുന്നത്. ആമേ ഗ്രൂപ്പ് കളിക്കാനുള്ള സ്ഥലമല്ല ദൈവസഭ എന്ന് പറയപ്പെടുന്നത്. ആമേ പന്തിരുപക്ഷം കാണിക്കേണ്ട സ്ഥലമല്ല ദൈവസഭ. ദൈവത്തെ ആരാധിച്ചു ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ പ്രാപിക്കേണ്ട സ്ഥലമാണ് എങ്കിൽ നീ ഒഴിഞ്ഞൊഴിഞ്ഞു വയ്ക്കണോ? യാഗപീഠത്തിന്റെ അടുക്കൽ കടന്നു ചെന്ന് പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിച്ചത്. നമ്മൾ സ്വസ്ഥമായിട്ട് ആരാധിക്കുന്നിടത്തേറ്റ് ഒതുങ്ങണം. നമ്മൾ സമാധാനത്തോടെ ആരാധിക്കാൻ കഴിയുന്ന സ്ഥാനത്തിലേക്ക് നമ്മൾ ഒതുങ്ങണം. ഇടയന്മാർ ഒരയാൻ തുടങ്ങിയപ്പോൾ അബ്രഹാമിന് മനസ്സിലായി, ഇവിടെ നിന്നാൽ എൻ്റെ അനുഗ്രഹം തടസ്സപ്പെടുമെന്ന് മനസ്സിലാക്കിയിട്ട് ആമേൻ താനിതാ ദൈവസന്നിധിയിലേക്ക് ഒരു തീരുമാനമെടുത്ത് താൻ വേർപെട്ടു. ഒരു വേർപാട് നിന്റെ അനുഗ്രഹത്തിന് കാരണമായി തീരപ്പെടുക. എവിടെയൊക്കെയോ നിനക്ക് ഉരച്ചിലിന് കാരണമായിരിക്കുന്ന ചില പ്രശ്നങ്ങൾ, ഉരച്ചിലിന് കാരണമായിരിക്കുന്ന ചില വിഷയങ്ങൾ, ഒരുപക്ഷെ അത് ലോകമാണോ, അത് പാപമാണോ, പാപത്തിന്റെ അനുഭവങ്ങളാണോ, നീ വേർപെടാത്തിടത്തോളം കാലം ആമേൻ കാല് ചവിട്ടുന്ന ദേശം ദൈവം നിനക്ക് അനുവദിച്ചു നൽകത്തില്ല. പലപ്പോഴും പല മാനുഷികമായ ചിന്തകളുടെ പേരിൽ വേർപെടുവാൻ കഴിയപ്പെടാണ്ട് ആരെങ്കിലും നിൽക്കുന്നുവെങ്കിൽ ചിലയിടത്ത് മനഃപൂർവ്വമായിട്ടൊരു വേർപാട് അനുഷ്ഠിക്കണം. മനഃപൂർവ്വമായിട്ട് വേർപാട് അനുഷ്ഠിക്കുമ്പോൾ അബ്രഹാമിൻ്റെ ഒരു അനുഗ്രഹം നിങ്ങളുടെ മേൽ കടന്നു വരും. അതാണ് അബ്രഹാം അനുഗ്രഹം പ്രാപിക്കുന്നത്. തൊട്ട് മുമ്പ് താൻ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. അതിലൊരു കാര്യമാണ് വേർപെടേണ്ടത്. വേർപെട്ട് പ്രശ്നമുഖരിതമായ സാഹചര്യങ്ങളിൽ അല്ല, സ്വസ്ഥമായിട്ട് ആരാധിക്കണം. സ്വസ്ഥമായി ദൈവത്തെ മഹത്വപ്പെടുത്തണം. ശാന്തമായി ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിച്ചെടുക്കുവാനായിട്ട് നമ്മൾ അവസരങ്ങൾ ഉണ്ടാക്കണം. സ്വസ്ഥതയും സമാധാനവും നമ്മൾ ഉണ്ടാക്കണം. ശാന്തതയും സന്തോഷവും നമ്മൾ ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. നമുക്ക് ഒത്തിരി വാഗ്ദത്വങ്ങളുണ്ട്, അതായിരിക്കണം. അല്ലാതെ ആരെങ്കിലും എവിടെയെങ്കിലും എന്തെങ്കിലും പറയപ്പെടുമ്പോൾ നമ്മുടെ ആരാധനയെ നശിപ്പിച്ച് കൂട്ടായ്മ ബന്ധവും വിട്ട് പ്രാർത്ഥനയും വിട്ട് ഒക്കെ നമ്മൾ ഓടുന്ന അനുഭവങ്ങളിലേക്കല്ല
സ്തോത്രം. തീയിൽ കിളിർത്തത് വെയിലത്ത് വാടത്തില്ല എന്ന് ഉറപ്പോടുകൂടി കിട്ടണേ. നമ്മളെ ദൈവസ്നേഹത്തിൽ നടത്തിയെടുക്കുവാൻ കഴിയത്തില്ല. ആത്മീക ശക്തിയിൽ നിന്ന് ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ ആർക്കും മാറ്റുവാൻ കഴിയത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടായിരിക്കട്ടെ. ഏതൊക്കെ ഇടയന്മാർ ഉരഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്, ദൈവം നമ്മളെ നിർത്തിയെടുത്ത് നമുക്ക് നിൽക്കുവാൻ കഴിയപ്പെടണം. ദൈവം നമ്മളെ ഉറപ്പിച്ചെടുത്ത് നമുക്ക് ഉറപ്പോടെ നിൽക്കുവാനായിട്ട് കഴിയപ്പെടണമെന്നുള്ള ഉറപ്പുണ്ടെങ്കിൽ നമുക്കുള്ള അനുഗ്രഹം, ആമേൻ, രാവിലെ മുതൽ വൈകിട്ട് വരെ കുടമിട്ടുടച്ചിട്ട് അവസാനം ആമേൻ നന്മകൾ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യം. നന്മകളുടെ വക്കിലെത്തുമ്പോൾ പിശാച് പല വിധത്തിലും നമുക്ക് വൈപരീതമായിട്ട് പോരാടുമ്പോൾ ആ പോരാട്ടങ്ങൾ നമുക്ക് ജയിക്കുവാനായിട്ട് കഴിയപ്പെടണം. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും ദൈവം ആണ് എന്ന് പറയുന്നതിൻ്റെ പിന്നിലൊന്നുണ്ട്. അബ്രഹാം അനുഗ്രഹത്തിലൂടെ കടന്നു വന്നാണ്. ഈ യാക്കോബ് ആ വിധത്തിൽ തന്നെ അനുഗ്രഹം പ്രാപിച്ച വ്യക്തിയായിരിക്കപ്പെടുന്നു. ഉൽപ്പത്തി പുസ്തകം 35:14 നമ്മൾ പോകുന്ന സമയത്ത് അവൻ തന്നോട് സംസാരിക്കുന്നിടത്ത് ഉൽപ്പത്തി 35:2 അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോട്, ഞാൻ യാക്കോബിനെ കുറിച്ച് എടുത്ത് പറയട്ടെ. ഈ അനുഗ്രഹം മുഴുവനും തലമുറയായി യാക്കോബിൻ്റെ മേൽ കടന്നു വന്ന് പലതും ആ അനുഗ്രഹങ്ങൾ വൈകാനുള്ള പല കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ യാക്കോബിൻ്റെ ചില അശ്രദ്ധകളാണ്. 34-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം നോക്കുന്ന സമയത്തിൽ യാക്കോബിൻ്റെ ഏറ്റവും വലിയ പരാജയത്തിൻ്റെ ഒരു അധ്യായമാണ് ഉൽപ്പത്തി പുസ്തകം 34. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്യകമാരെ കാണാൻ പോയി എന്നാണ് 1-ാമത്തെ വാക്യം തുടങ്ങുന്നത്. ദീന യാക്കോബിൻ്റെ മകളായിരുന്നു. ദീന കന്യകമാരെ കാണാൻ വേണ്ടിയിട്ട് പോയി. സഹോദരന്മാരെ ഒരാളെ കൂടെ കൊണ്ടുപോവേണ്ടതായിരുന്നു, കൊണ്ടുപോയില്ല. ഈ ഒറ്റയ്ക്കുള്ള യാത്ര അത്ര നല്ലതല്ല. ചിലയിടത്ത് ഒറ്റയ്ക്ക് പോകാൻ പാടില്ല. ദൈവം യാക്കോബിനെ ലാബാന്റെ അടുക്കൽ നിന്ന് ബഥേലിൽ പോകാൻ പറഞ്ഞു. എന്താ ബഥേലിൻ്റെ പ്രത്യേകത? അവിടെയാണ് പുള്ളി ഒരു വടിയും വെച്ചൊരു തീരുമാനമെടുത്ത്, കർത്താവേ, ഈ പോകുന്ന പോക്കിൽ എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞാൽ ഞാൻ തിരിച്ചു വന്ന് ഇവിടെ പള്ളി വയ്ക്കുമ്പോൾ ഞാൻ ദശാംശം തരും, എന്നെ അങ്ങ് അനുഗ്രഹിക്കണം. ഞാൻ ഈ സ്ഥലത്ത് കിടന്നുറങ്ങി, ഈ സ്ഥലത്ത് ഞാൻ വരും, ഇവിടെ വെച്ചാണ് ഞാൻ സ്വപ്നം കണ്ടത്, ഇവിടെ വന്ന് ഈ ഹീലിംഗ് പ്രേയറിൽ പങ്കെടുത്തതിന് ശേഷമാണ് എനിക്ക് അനുഗ്രഹം കിട്ടിയതെന്ന് നിങ്ങൾ പറയും പോലെ ഇവിടെ വന്ന് കൈയടിച്ച് ആരാധിച്ചതിന് ശേഷമാണ് എനിക്ക് നന്മ കിട്ടിയെന്ന് ചിലർ സാക്ഷി പറയുന്ന പോലെ യാക്കോബിന് പറയുവാൻ കഴിയുന്ന ഒരു സ്ഥലമായിരുന്നു ബഥേൽ എന്ന് പറയുന്ന. കർത്താവേ, ഞാൻ എല്ലാം കൈവിട്ട് പോയ സമയത്തിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയ സമയത്തിൽ ഞാൻ ഈ ബഥേൽ വന്ന് ഒരു കല്ലിനെടുത്ത് തലയിണവയായിട്ട് വച്ച് കിടന്നുറങ്ങിയപ്പോഴാണ് ഞാനൊരു ദർശനം കണ്ടത്. ആ ദർശനം കണ്ട അന്ന് മുതൽ പിന്നെ എനിക്ക് ഭയങ്കര അനുഗ്രഹമായിരുന്നു, നന്മയായിരുന്നു. പുള്ളിക്കാരൻ അങ്ങ് കോടിപതി ആയപ്പോഴത്തേക്ക് ഇതങ്ങ് മറന്നു. അവൻ പറഞ്ഞു, ദൈവത്തോട് ഞാൻ പറഞ്ഞത് ഞാൻ ബഥേലിൽ പോകും, ഞാൻ ഷാലോമിൽ തിരിച്ചു പോകുമെന്നാണ്. പക്ഷേ എല്ലാ പള്ളിക്കാരും എല്ലാവരും കൂടെ വിരട്ടിയപ്പോഴത്തേക്ക് പിന്നെ ഞാൻ തിരിച്ച് അങ്ങോട്ട് പോയില്ല. ഞാൻ പിന്നെ ആ വഴി അങ്ങ് പോകാൻ വേണ്ടി തിരിഞ്ഞു. പുള്ളിക്കാരൻ എന്ത് ചെയ്യുന്നറിയാമോ? ഷേഖേമിൽ ചെന്ന് നല്ല ഒരു വസ്തു മേടിച്ചു, നല്ലൊരു വീടും പണിതു, നല്ലൊരു കൃഷിസ്ഥലവും എല്ലാം ഉണ്ടാക്കി. എന്നിട്ട് ആമ്പിള്ളാരോട് പറഞ്ഞു, നിങ്ങളവിടെ കൃഷി ചെയ്യണേ, നമുക്ക് കൊള്ളാം, ഇനി ഇവിടെയാണ് നമ്മുടെ ശക്തി തെളിയിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ട് തുടങ്ങി. പക്ഷെ മേളിയിരുന്ന് ദൈവം ഇതെല്ലാം നോക്കുന്നു. മക്കളെ, നീ ബഥേലിൽ ചെന്ന് പള്ളി വെക്കാമെന്ന് പറഞ്ഞല്ലോടാ, നീ പോകാത്തണ്ടടാ. നീ എനിക്ക് ദശാംശം തരുമെന്ന് പറഞ്ഞല്ലോടാ, നീ എന്തടാ തരാത്തത്? നീ നേർച്ച നേർന്നവനാണല്ലോടാ, എന്തടാ നേർച്ച നിവർത്തിക്കാത്തത്? ഇതെല്ലാം ദൈവം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നീ നേർച്ച നേർന്നിട്ട് നീ അത് ചെയ്യുന്നില്ല അല്ലേ? നീ തീരുമാനമെടുത്തിട്ട് അത് ചെയ്യുന്നില്ല അല്ലേ? ദൈവം എല്ലാം നോക്കുന്നു. പക്ഷെ ദൈവത്തെ കൂട്ടുപിടിക്കാതെ പുള്ളിക്കാരൻ വസ്തുവും എല്ലാം മേടിച്ച് പരിപാടികൾ തുടങ്ങും. അപ്പോഴാണ് ഈ മോള് ഈ ഷേഖേമിൽ, ഈ പിള്ളേരെല്ലാം ഭയങ്കര ബിസിയാണ്, എല്ലാവരും ഭയങ്കരമായിട്ട് പുതിയ ബിസിനസ് എല്ലാം ആവിർഭാവം ചെയ്യുന്നതും വീട് വയ്പ്പിൻ്റെയൊക്കെ തിരക്കിലാണ് ഇവർ. പക്ഷേ ഈ പെങ്കൊച്ച് ഒന്ന് വെളിയിൽ ഇങ്ങനെ പോവുകയായിരുന്നു, ഒറ്റയ്ക്ക് ഒരു 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 ആക്റ്റീവായിൽ ഇങ്ങനെ പോവുമായിരുന്നു. അപ്പുറത്തൂടെ ഇപ്പുറത്തൂടെ പോയപ്പോഴത്തേക്ക് 2-3 പയ്യന്മാർ അപ്പുറത്തേക്കായിരുന്നു. അമ്മരൊക്കെ ഇത് ഒരു പെങ്കൊച്ചു വരുന്നല്ലോ, അവൾ നമ്മൾ ഇതുവരെയൊക്കെ കണ്ടിട്ടില്ലല്ലോ, ഏത് കോളേജിലാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാലോ? സ്തോത്രം. യുവമാരിൽ ഒരുത്തൻ, ഷേഖേം എന്ന് പറഞ്ഞ ആ പ്രദേശത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മോൻ ഒരുത്തൻ, ചോദിച്ചിട്ട്, എക്സ്ക്യൂസ് മീ, ഏത് കോളേജിലാണ് പഠിക്കുന്നത്? അപ്പോൾ ഞാൻ കോളേജിലൊന്നും പഠിക്കുന്നില്ല. എവിടെ നിന്നാണ് വരുന്നത്? അത് ഞങ്ങൾ നേരെ ലാബാൻ്റെ അടുക്കൽ നിന്ന് വരികയാണ്, ഞങ്ങളിപ്പോൾ ഇവിടെ പുതിയ താമസക്കാരാണ്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. ഒരു ഐസ്ക്രീം കഴിച്ചിട്ട് പോയാലോ? ആയിക്കോട്ടെ, ഫ്രീ ആയിട്ട് ഇടണേൽ. സ്തോത്രം. പാർലറിലേക്ക് കൊണ്ടുപോയി സ്തോത്രം അവിടെ വെച്ച് പരിചയം വിട്ടു. ഒറ്റ വാക്കിൽ പറയട്ടെ, ആ കുട്ടിയുടെ ഭാവി അതോടുകൂടി തീരുന്നു. ആ കുട്ടി ഉപദ്രവിക്കപ്പെടുന്നു. യാക്കോബിൻ്റെ
ജീവിതത്തിൽ പ്രൊട്ടക്ഷൻ ഉണ്ട് ദൈവത്തിൻ്റെ. പക്ഷേ മകൾ ആക്രമിക്കപ്പെടുന്നു. യാക്കോബിൻ്റെ മക്കൾ ഇതറിയുന്നു. എല്ലാം വയലിൽ നിന്ന് വന്നു, ബിസിനസ് സ്ഥലത്ത് നിന്ന് എല്ലാം വന്നു. കാര്യം പറയടി, ആരാണ് നിന്നെ ഉപദ്രവിച്ചേ? അപ്പോൾ പറഞ്ഞു, ഇവിടുത്തെ മുതലാളിയുടെ മോനാണ്. അപ്പോൾ അപ്പനും അമ്മയൊക്കെ പറഞ്ഞു, പ്രശ്നത്തിന് പോകണ്ട, അവർ കല്യാണാലോചനയായിട്ട് വന്നിരിക്കുകയാണ്, കോംപ്രമൈസ് ആക്കണം വിഷയം. കല്യാണാലോചനയായിട്ട് വന്നിരിക്കുക, നമ്മളിവിടെ വരുത്തരാ, നമ്മൾ തിരിച്ചിറങ്ങിക്കഴിഞ്ഞാൽ പറ്റത്തില്ല, അടങ്ങ്. ആൺപിള്ളേരും എല്ലാം വിറച്ചോണ്ടിരിക്കുക. എല്ലാത്തിനെ സമാധാനിപ്പിച്ചു. പക്ഷെ പിള്ളേർ ഭയങ്കര ബുദ്ധിമാന്മാരായിരുന്നു. ശരി, അങ്ങനെയാണെങ്കിൽ വേണ്ടപ്പെട്ടവർ വരാൻ പറ. വന്നപ്പോഴത്തേക്ക് പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാശ് എന്ത് വേണം തരാം. എൻ്റെ അപ്പൻ ലാബാൻ്റെ അടുക്കൽ കടന്നു വന്ന എല്ലാം സമ്പാദ്യങ്ങളെല്ലാം ഉണ്ട്, എന്ത് വേണം തരാം. പക്ഷെ ഒരു കണ്ടീഷനുണ്ട്, എല്ലാവരും നിങ്ങൾ ഈ പെണ്ണിനെ കെട്ടിച്ചു തരാം, പക്ഷേ പരിച്ഛേദന ഏൽക്കണം. പുതിയ നിയമത്തിൽ സ്നാനം, പഴയ നിയമത്തിലെ പരിച്ഛേദന ഏൽക്കണം. പരിച്ഛേദന എന്ന് പറഞ്ഞാൽ 3 ദിവസം അവരതിൻ്റെ വേദന അനുഭവിക്കും. 3 ദിവസം അവർ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാൻ പറ്റത്തില്ല. ശരി, അവർ ഏറ്റെടുത്തു. ശരി, ഞങ്ങളത് ചെയ്യാം. ഷെക്കേമിൻ്റെ ആൾക്കാർ പരിച്ഛേദനയേറ്റു. ഇവരെല്ലാവരും വീട്ടിനകത്തിരിക്കുന്ന സമയത്തിൽ യാക്കോബിൻ്റെ മക്കൾ ആയുധമെടുത്ത് തൻ്റെ സഹോദരിയെ ഉപദ്രവിച്ചവനെ മാത്രമല്ല, ആ കുടുംബത്തിൽപ്പെട്ട സകലത്തിനെയും കൊന്നു. അപ്പൻ വീട്ടിനകത്തിരുന്ന് കേട്ടു, മകളുടെ ഭാവി പോയി, മക്കളെല്ലാം കൊലക്കേസിൽ പ്രതിയായി. കർത്താവേ, ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങേണ്ടി വന്നത് എന്തുകൊണ്ട്? കർത്താവേ, മകളുടെ ഭാവിയെ ഓർത്ത് ഞാൻ ദുഃഖിക്കേണ്ടി വന്നു. ഞാൻ ഒരു മനുഷ്യായുസ് മുഴുവനും 20 വർഷക്കാലം ഞാൻ കിടന്ന് കഷ്ടപ്പെട്ട് ഇട്ട് മൂടത്തക്ക സ്വത്തുമായിട്ട് വന്ന് ഞാനിവിടെ ഒരു പുതിയ സംരംഭം തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ കുടുംബത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ആക്രമണം. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചേ, എൻ്റെ പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിച്ചത്. എല്ലാം പോയില്ലേ? കരഞ്ഞു. ദൈവത്തിൻ്റെ അടുക്കൽ പോയി. പണം ഉണ്ടായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ അടുക്കൽ ആലോചന ചോദിക്കാൻ പോകാറില്ലായിരുന്നു. പണം ശ്രദ്ധിക്കണമേ, പണം ശ്രദ്ധിക്കണം കേട്ടോ, പണം ശ്രദ്ധിക്കണം. 31-ാം വാക്യത്തിൽ യാക്കോബ് മക്കളെ പിടിച്ച് വിലക്കിയപ്പോൾ മക്കൾ പറഞ്ഞ വാക്കാണ് 34-ന്റെ 31. അതിനവൻ ഞങ്ങളുടെ സഹോദരിയോട് അവനൊരു വേശ്യയെപ്പോലെ എന്ന പോലെ പെരുമാറാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ എന്തിനാ കൊന്നേന്ന് അപ്പൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ സിസ്റ്ററോട് അവന്മാരങ്ങനെ കാണിക്കാൻ കൊല്ലുകയല്ലാതെ വേറെ എന്നാ ചെയ്യുക. ഇതെല്ലാം അപ്പൻ കേട്ടിട്ട് നിലവിളിച്ചു, എന്തുകൊണ്ട് ഞങ്ങളുടെ കുടുംബം താറുമാറായി പോയി, ഞങ്ങളുടെ കുടുംബം ഈ വിധത്തിലായി. മക്കളെക്കുറിച്ച് സന്തോഷിക്കുവാൻ കഴിയാത്ത അനുഭവത്തിൽ ദൈവം ഇടപെട്ടു. നേർന്നിട്ട് നീ നിവർത്തിച്ചില്ല. നേർച്ച നേരാൻ എളുപ്പമാ. വീട്ടിൽ നിന്ന് അടിച്ചിറക്കി ഒരു വടിയുമായിട്ട് നീ കൊണ്ടിറങ്ങിയ സമയത്തിൽ ഒരു കല്ലിനെ എടുത്ത് തലയിണയാക്കി വച്ച് നീ അവിടെ കിടന്ന് സമയത്തിലേക്ക് സ്വർഗം തുറന്ന് നീ ഒരു ദർശനം കാണുകയും കോമണിയിൽ കൂടെ ദൈവത്തിൻ്റെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്ത് അന്ന് മുതൽ നീ ചെന്ന് തൊടുന്നതെല്ലാം നിനക്ക് അനുഗ്രഹമായിട്ട് വന്നു. നീ ഒരു തീരുമാനമെടുത്തു. പക്ഷേ നീ വലിയ പണക്കാരനായ സമയത്തിൽ നീ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ബഥേലിൽ പോയി സെറ്റിലാകുന്നതിന് പകരമായി നീ ഷേഖേമിലേക്ക് പോയി. ഒരു അനുസരണക്കേട്. അല്ലെങ്കിൽ ആ 34-ാം അധ്യായം അവിടെ എഴുതേണ്ട ആവശ്യമില്ലായിരുന്നു. യാക്കോബിന്റെ കുടുംബത്തകർച്ചയായിരുന്നു 34-ാം അധ്യായം. അത് വേണ്ടായിരുന്നു. നീ ദൈവ ശബ്ദം കേട്ട് ദൈവത്തോടെടുത്ത തീരുമാനം അപ്പാടെ നിവർത്തിച്ചിരുന്നുവെങ്കിൽ ഈ പ്രശ്നം വരത്തില്ലായിരുന്നു. യാക്കോബിന് മനസ്സിലായി, ഇത് കേസ് കൊടുത്താൽ തീരുന്ന പ്രശ്നമല്ല.
ഇത് മക്കളെ ഉപദേശിച്ചാൽ തീരുന്ന പ്രശ്നമല്ല. ഇതിന് വേറെ കല്യാണാലോചന നോക്കിയാൽ തീരുന്ന പ്രശ്നമല്ല. ഇതിന് ഒരേ ഒരു മാർഗം, ദൈവഹിതം മനസ്സിലാക്കണം. ദൈവത്തോട് ഞാനെടുത്ത തീരുമാനത്തെ അനുഷ്ഠിക്കണം. എൻ്റെ നേർച്ചകളെ ഞാൻ നിവർത്തിക്കണം. എൻ്റെ തീരുമാനങ്ങളെ ഞാൻ നിവർത്തിക്കണം. ആ തീരുമാനങ്ങൾ ഞാൻ നിവർത്തിക്കാതിരിക്കുന്നിടത്തോളം കാലം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ അതൊരു കടമായിട്ട് കിടക്കും. എൻ്റെ ന്യായമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പലതും തടസ്സപ്പെടും. സുഹൃത്തേ, നിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം എന്താണെന്ന് നീ കണ്ടുപിടിക്കണം. ഏതെങ്കിലും കാലഘട്ടത്തിൽ നീ ദൈവത്തോടെടുത്ത ചില ഉടമ്പടികൾ ഉണ്ടല്ലോ, ചെറുതായിട്ട് കാണരുത്, അതിന് വില കൽപ്പിക്കണം. ദൈവം മറക്കത്തില്ല. ദൈവം അത് മറക്കത്തില്ല. എത്ര വർഷമായാലും നമ്മളെടുത്ത തീരുമാനങ്ങൾ മറക്കത്തില്ല. നമ്മളെടുത്ത തീരുമാനങ്ങൾ ചിലപ്പോൾ നമ്മൾ മറന്നുപോയതാണോ ചില പ്രാർത്ഥനകൾ ഫലിക്കാതിരിക്കുന്നത്? ചില കുടുംബങ്ങൾക്ക് അസമാധാനത്തിന് കാരണം, ചിലയിടങ്ങളിൽ നമുക്ക് സംരക്ഷണം ലഭിക്കാതെ പോകുന്നു, ചിലയിടങ്ങളിൽ ശത്രുവിന്റെ തേർവാഴ്ച കുടുംബങ്ങൾക്കകത്ത് നടക്കുന്നതിന്റെ പിന്നില് ദൈവത്തോട് നീ എടുത്ത ചില ഉടമ്പടികൾ ചെയ്യാത്തത് കൊണ്ടാണോ? 35:1 ഇങ്ങനെ എഴുതിക്കുന്നു, അനന്തരം ദൈവം യാക്കോബിനോട്, നീ പുറപ്പെട്ട് ബഥേലിൽ ചെന്ന് പാർക്ക. നിന്റെ സഹോദരൻ യാശാവിന്റെ മുമ്പിൽ നിന്ന് നീ ഓടിപ്പോകുമ്പോൾ നിനക്ക് പ്രത്യക്ഷമായ ദൈവത്തിന് അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കാന്ന് കൽപ്പിച്ചോ. അപ്പോൾ യാക്കോബ് തന്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും കൂടി നിങ്ങളുടെ ഇടയിലുള്ള അന്യവർ. യെസ്, ദൈവം പറഞ്ഞു, പരിഹാരം ഞാൻ പറഞ്ഞുതരാം. വിട്ടിട്ട് നിന്റെ അപ്പന്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് നിനക്ക് പ്രത്യക്ഷനായിരിക്കുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരു ഇടംപടി എടുത്ത പോലെ അവിടെ പോന്ന് ഇത് പള്ളി വെക്കട, യാഗപീഠം പണി. അവിടെ ചെന്ന് നീ ഒരു യാഗപീഠം പണിയുവാൻ പറഞ്ഞു. ഉടനടി യാക്കോബിന് ബോധം കിട്ടി, എൻ്റെ പരാജയത്തിൻ്റെ കാരണം ഇതാണ്, എൻ്റെ തകർച്ചയുടെ കാരണം ഇത്. അപ്പോൾ യാക്കോബിന് മനസ്സിലായി, ശുദ്ധീകരണം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. ഒരു ശുദ്ധീകരണം ഇല്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല. പുള്ളിക്കാരന് മനസ്സിലായി, ഞാൻ പെർഫെക്റ്റ് ആണെങ്കിൽ എൻ്റെ കൂടെയുള്ളതെന്നും അത്ര ശരി പെർഫെക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. അനുസരണ തീരുമാന ലംഘനം നടത്തി, പക്ഷെ എങ്കിലും അതിനേക്കാളും പ്രശ്നക്കാർ എൻ്റെ കൂടെ ഉണ്ട്. യാക്കോബ് അപ്പോൾ 2-ാം വാക്യം, അപ്പോൾ യാക്കോബ് തൻ്റെ കുടുംബത്തോടും കൂടെയുള്ള എല്ലാവരോടും, നിങ്ങളുടെ ഇടയിലുള്ള അന്യദേവന്മാരെ നീക്കിക്കളഞ്ഞ് നിങ്ങളെ ശുദ്ധീകരിച്ച് വസ്ത്രം മാറുവിൻ. നാം പുറപ്പെട്ട് ബഥേലിലേക്ക് പോകാം. എൻ്റെ കഷ്ടകാലത്ത് എൻ്റെ പ്രാർത്ഥന കേൾക്കുകയും ഞാൻ പോയ വഴിയിൽ എന്നോട് കൂടെ ഇരിക്കുകയും ചെയ്ത ദൈവത്തിന് ഞാൻ അവിടെ ഒരു യാഗപീഠം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ തങ്ങളുടെ പക്കലുള്ള അന്യദേവന്മാരെ ഒക്കെയും കാതുകളിലെ കുണുക്കുകളെയും യാക്കോബിന്റെ പക്കൽ കൊടുത്തു. യാക്കോബ് അവയെ ശേഖേമിന് അരികെയുള്ള ഒരു കരിവേലകത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടു. ഈ സംഭവം നമ്മൾ മനസ്സിലാക്കണം. ഇവരുടെ കയ്യില് ഈ കുലദൈവങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്ത്രീകൾ അങ്ങനെയാണ്. ചിലയിടങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കളയൂല, അവരിങ്ങനെ കൊണ്ടു നടക്കും. അത് പക്ഷേ ചിലപ്പോൾ എല്ലാവരും അറിയത്തില്ല. ഒരു കുടുംബത്തിൻ്റെ തന്നെ അനുഗ്രഹത്തിന് അത് ഒരു തടസ്സമായിട്ട് തീരും എന്നുള്ളതാണ്. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിൽ 34-ാം വാക്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു, എന്നാൽ റാഹേൽ വിഗ്രഹങ്ങളെ എടുത്ത് ഒട്ടകക്കോപ്പിനകത്ത് ഇട്ട് അതിന്മേലിരിക്കുകയായിരുന്നു. ലാബാൻ കൂടാരത്തിലൊക്കെ തിരിഞ്ഞു നോക്കി കണ്ടില്ല താനും. മനസ്സിലാകുന്നോ? സ്വന്തം ഭാര്യ ഉൾപ്പെടെ ഇതിന് കൂട്ടുന്നു. ആരുടെ ഭാര്യ? യാക്കോബിൻ്റെ ഭാര്യ. യാക്കോബിൻ്റെ ഭാര്യ റാഹേൽ. റാഹേൽ ആരാണ്? ലേയേക്കാളും സൗന്ദര്യമുള്ളത്. റേച്ചൽ ആരാണ്? റാഹേൽ ആരാണ്? യാക്കോബിൻ്റെ ഇഷ്ടപത്നി. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇഷ്ടപത്നിയാണ്. യാക്കോബ് ഏറ്റവും സ്നേഹിച്ചതും വിശ്വസിച്ചതും റേച്ചലിനെയാണ്, അഥവാ റാഹേലിനെയാണ്. പക്ഷെ അവളുടെ കയ്യിൽ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. നിങ്ങൾ വിശ്വസിക്കുന്ന എല്ലാവരും വിശ്വസ്തരാകണമെന്നില്ല. നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെല്ലാവരും വിശ്വസ്തരെന്ന് പറയുന്ന സാധ്യതയില്ല. നിങ്ങൾ സ്നേഹിക്കുന്നവരെല്ലാവരും വിശ്വസ്തരാകത്തില്ല. സ്ത്രീ ബലഹീന പാത്രമാണ്. അവൾക്ക് ആ വിഗ്രഹങ്ങളെ കണ്ടപ്പോൾ ഒരു ആകാംക്ഷ, അവൾക്കതിനെ കരസ്ഥമാക്കണമെന്നൊരു ആഗ്രഹം. അതെന്താ? എൻ്റെ വീട്ടിൽ അങ്ങനെ ഇരുന്ന കുഴപ്പമെന്താ? അതങ്ങനെ ഇരിക്കട്ടെന്നേ. അടിച്ചു വാരുമ്പോഴും തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും കോപ്പിനകത്ത് അതിനെ അങ്ങ് സൂക്ഷിച്ചു വച്ചു. ഇല്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു സാധനം എൻ്റെ വീട്ടിൽ പാടില്ല, വേണ്ട. എത്ര ഭംഗിയുള്ളതെന്ന് പറഞ്ഞാലും എത്ര നല്ലതെന്ന് പറഞ്ഞാലും ഡിസ്പോസ് ചെയ്യണം. ഈ ബഥേലിലേക്ക് പോയി ഞങ്ങൾ ഒരു തിരിച്ചുവരവാണ്. ഞങ്ങളുടെ കുടുംബ തകർച്ചയിൽ നിന്ന് ഞങ്ങൾക്കൊരു തിരിച്ചുവരവാണ്. അതിനാദ്യം ചെയ്യേണ്ടത് അന്യ ദൈവങ്ങളെ
എടുത്ത് കാതിലും കഴുത്തിലും കിടക്കണെ കൊണ്ട് കൊടുത്തെന്ന് പറയുമ്പോൾ ഇതിൻ്റെ മേൽഭാഗം കട്ട് ചെയ്തിട്ട് ഒറ്റ വാക്കി എടുത്ത് നിങ്ങളെ കയ്യിൽ കൊണ്ടുവന്ന് ആരെങ്കിലും തന്നു കഴിഞ്ഞാൽ നിങ്ങൾ അപ്പം തന്നെ സ്വർണ്ണം എല്ലാം വാരി എടുത്ത് കളയും കേട്ടോ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് എല്ലാം കൂടെ കൊണ്ടുവന്ന് യാക്കോബിൻ്റെ കയ്യിൽ കൊടുത്ത് കരിവേലകത്തിൻ്റെ മൂട്ടി കുഴി. അങ്ങനെയൊന്നും അല്ല, അത് ശ്രദ്ധിച്ച് വായിക്കണം. അത് അന്യ ദൈവങ്ങളുടെ രൂപങ്ങളെ ഇവർ കൊത്തി ഉണ്ടാക്കി അതെടുത്ത് കാത്തിലിട്ട് അതെടുത്ത് കഴുത്തിലിട്ട് അതെടുത്ത് കയ്യിലിട്ട് ഒക്കെ കൊണ്ടു നടന്നപ്പോൾ യാക്കോബ് പറഞ്ഞു, മാനവമര്യാദയ്ക്കുള്ള അതൊക്കെ ധരിച്ചുകൊണ്ട് നടക്കണം. അന്യ ദൈവമല്ലാത്തതിൻ്റെ ദൈവനാമമല്ലാത്തതിൻ്റെ രൂപങ്ങൾ കൊത്തി ഉണ്ടാക്കി നിന്റെ ശരീരത്തിൽ നിങ്ങളത് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് പാപമാണ്. ഇന്നും നിങ്ങൾ ആരെങ്കിലും ദൈവീകമല്ലാത്ത അന്യ ദൈവങ്ങളുടേതായിട്ടുള്ള ഏതെങ്കിലും രൂപങ്ങളോ ഏതെങ്കിലും പ്രതിമകളോ നിങ്ങളുടെ ശരീരത്തിലോ നിങ്ങളുടെ ഭവനത്തിലോ നിങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്നത് പാപമാണ്. നിങ്ങളുടെ കുടുംബ തകർച്ചകൾക്ക് അത് കാരണമാകും. കുടുംബത്തിനകത്തുള്ള ഭിന്നതകൾക്ക് അത് കാരണമായി തീരപ്പെടും. ചില രോഗങ്ങൾ വിട്ടുമാറാതെ കുടുംബത്തിനകത്ത് നിൽക്കാൻ അത് കാരണമായി തീരും. അപ്പോൾ അതിനെ നിങ്ങൾ ഉപേക്ഷിക്കണം, അതിനെ നിങ്ങൾ മാറ്റണം, അതിനെ നിങ്ങൾ നശിപ്പിക്കണം. യാക്കോബ് പറഞ്ഞതാണ്, ഭാര്യയാണെങ്കിലും ശരിയാണ്, മക്കളാണെങ്കിലും ശരി തന്നെയാണ്. എൻ്റെ കൂടെ ബഥേലിൽ വന്നിട്ട് ഒരു പുതിയ ജീവിതം ആരംഭിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ കളയേണ്ടതല്ല, കളഞ്ഞിട്ട് മനസ്സുള്ളത് വന്നാൽ മതി. റൈച്ചലിനോടുള്ള സ്നേഹം കുറഞ്ഞിട്ടല്ല കൂടിയിട്ട് റൈച്ചലിനെ ശാസിച്ചു. നിങ്ങളിനി 31-ാം അധ്യായമൊക്കെ വീട്ടിൽ പോയി വായിച്ചു നോക്കിക്കൾ അറിയാം. യാക്കോബിനെ റൈച്ചൽ പറ്റിക്കുകയായിരുന്നു. കാരണം റൈച്ചൽ പറഞ്ഞു, എൻ്റെ കയ്യിൽ വിഗ്രഹമൊന്നുമില്ല. യാക്കോബ് പറഞ്ഞു, നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ വിഗ്രഹം ഉണ്ടെങ്കിൽ എടുത്ത് കൊടുക്കുക, നമുക്കത് വേണ്ട വേണ്ട വേണ്ട, എൻ്റെ പക്കൽ ഒന്നുമില്ല. എന്നിട്ട് പക്ഷേ അലമാരയ്ക്കകത്തുകൊണ്ട് സൂക്ഷിച്ച് അവൾ വച്ചിരുന്നു, തുണിയുടെ ഇടയിൽ ഇങ്ങനെ വച്ചിട്ടുണ്ടായിരുന്നു. അത് ചിലരങ്ങനെയാണ് വിട്ടുകളിക്കുന്നത്. പക്ഷേ അത് ലേയ മരിക്കുന്നതിന് മുമ്പേ റൈച്ചൽ മരിക്കുവാനുള്ള ഒരു കാരണം, അവൾ സൂക്ഷിക്കാൻ പാടില്ലാത്തത് സൂക്ഷിച്ചു, കൊണ്ട് നടക്കാൻ പാടില്ലാത്തത് കൊണ്ട് നടന്നു. ലേയെ സംബന്ധിച്ചിടത്തോളം ഇച്ചിരി സൗന്ദര്യം കുറവാണെങ്കിലും പുള്ളിക്കാരത്ത് ഇങ്ങനെ വിഗ്രഹങ്ങളെയൊന്നും കൊണ്ട് നടന്നില്ല. ഭർത്താവിന് ഇഷ്ടമില്ലാത്ത കാര്യമൊന്നും ചെയ്തില്ല. ഭർത്താവിനെ അംഗീകരിച്ച് തന്നെ പോയി. പക്ഷേ റൈച്ചലിനെ അധികമായിട്ട് വിശ്വസിച്ചുവെങ്കിലും യാക്കോബിനെ പറ്റിച്ച് യാക്കോബ് അറിയാതെ ഒരു വിഗ്രഹം അവൾ കൊണ്ടു നടന്നപ്പോൾ രണ്ടുപേരുടെയും മരണത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുന്ന സമയത്ത് വിഗ്രഹത്തെ ഒട്ടകക്കോപ്പിനകത്ത് അഥവാ തുണിക്കകത്ത് ഒളിപ്പിച്ച് ഭർത്താവ് അറിയാതെ, സ്വന്തം അപ്പൻ ലാബാൻ അറിയാതെ ഒളിപ്പിച്ച് കൊണ്ട് നടന്ന വ്യക്തിയുടെ ആയുസ് ദുർബലമായിരുന്നു. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാവും. ചിലതൊക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ചില ചെറിയ ചെറിയ കാര്യതകളാണ് എങ്കിലും ചിലത് നമ്മുടെ ലൈഫിനെ തന്നെ ബാധിക്കുകയാണ്. ചിലത് നമുക്ക് വേണ്ട, ചിലത് നമ്മൾ മാറ്റി വയ്ക്കണം. ഞാനിപ്പോൾ ചിന്തിക്കുന്നു, റൈച്ചലിന് കുറേ കാലം കൂടെ ജീവിക്കാൻ പറ്റുമായിരുന്നു. പ്രസവത്തിൽ അവൾ മരിച്ചുപോയി, യൗവന പ്രായത്തിൽ അവർ മരിച്ചുപോയി. എന്താ? അവളുടെ കബോർഡിനകത്ത് സൂക്ഷിക്കാൻ പാടില്ലാത്തത് അവൾ സൂക്ഷിച്ചു. ഭർത്താവ് ചോദിച്ചിട്ട് പറഞ്ഞു, ഇല്ല എൻ്റെ പക്കലില്ല എന്ന് പറഞ്ഞ് ഭർത്താവിനോട് കള്ളം പറഞ്ഞു. അപ്പൻ വന്നിട്ട് നിങ്ങൾ എൻ്റെ ഗൃഹവിഗ്രഹം നിങ്ങൾ ആരെങ്കിലും എടുത്തോ എന്ന് ചോദിച്ചപ്പോൾ എടുത്തില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവളുടെ പക്കൽ ഉണ്ടായിരുന്നു. അപ്പനെ പറ്റിച്ച മകള്, ഭർത്താവിനെ ഒളിച്ച ഭാര്യ, അവളുടെ ആയുസ് പ്രസവത്തോടുകൂടി തീർന്നു. ഇത് നമ്മൾ കേൾക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്നവരല്ല എന്നിരിക്കണം. പക്ഷെ പഴയ നിയമത്തിലെ കുറച്ച് ചരിത്രങ്ങളൊക്കെ നമ്മൾ പഠിക്കട്ടെ, നമ്മൾ കുറച്ച് കൂടി ഒന്ന് ശുദ്ധീകരണം പ്രാപിക്കാൻ വേണ്ടിയിട്ട്. ഈ ദിവസങ്ങളിൽ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, സ്വത്രം യാക്കോബിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഭാഗം ബഥേലിലേക്ക് പോകാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ അനുഗ്രഹത്തിൻ്റെ പടികൾ യാക്കോബ് ചവിട്ടിക്കയറുവാനായിട്ട് തുടങ്ങി. ഒരു ഭാഗത്തിൽ പ്രയാസം, താന് ചിലർക്കൊക്കെ വലിയ സ്ഥാനം കൊടുത്തു, അവരെല്ലാം തന്നെ വിട്ട് പോയി എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. തന്നെ വിട്ട് പോയി. ദബോര, അമ്മ കൂടെ ഇല്ലാത്തതുകൊണ്ട് അമ്മയ്ക്ക് പകരം സ്ഥാനം കൊടുത്ത ദബോര മരിച്ചു. അത് കഴിഞ്ഞ് ഭാര്യയെ ലേയേക്കാളും കൂടുതൽ സ്നേഹിച്ച റാഹേലിനെ പൂർണ്ണമായിട്ട് അങ്ങ് വിശ്വസിച്ചു. അപ്പോൾ അത് റാഹേലും മരിച്ചു. അതെല്ലാം ദൈവം യാക്കോബിനെ പഠിപ്പിച്ചതാണ്. നീ എന്നെ അല്ലാതെ മറ്റൊരാളെ വിശ്വസിക്കരുത്. നീ ആരെയാണോ കൂടുതൽ വിശ്വസിക്കുന്നത് അതെല്ലാം നിന്റെ അടുക്കൽ നിന്ന് കടന്നു പോകും. ആദ്യം അമ്മ നഷ്ടപ്പെട്ടു, പിന്നെ ദബോര നഷ്ടപ്പെട്ടു, പിന്നെ റാഹേൽ നഷ്ടപ്പെട്ടു. സ്വത്രം ഇവരെയൊക്കെ ഹൃദയത്തിനകത്ത് ഒരുപാട് സ്ഥാനമാനങ്ങളും അംഗീകാരങ്ങളും കൊടുത്ത യാക്കോബ് ഒടുവിൽ ബഥേലിലേക്ക് ചെല്ലുന്നു. ബഥേലിലേക്ക് ചെല്ലുന്നതോടുകൂടി എടുത്ത തീരുമാനം അനുഷ്ഠിക്കുന്നതോടുകൂടി ദൈവം അവനെ അനുഗ്രഹിച്ചു. അനുഗ്രഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ പ്രാരംഭത്തിലൂടെ വായിച്ചു കേൾപ്പത്. ഞാൻ അബ്രഹാമിനെയും ഇസഹാക്കിനും കൊടുത്ത ദേശം നിനക്ക് തരും, നിന്റെ ശേഷം നിന്റെ സന്തതിക്ക് നൽകും. എപ്പോൾ? നീ ദൈവഹിതമുള്ളിടത്ത് താമസിക്കാൻ പോകുമ്പോൾ.
ചിലയിടത്തൊക്കെ നമ്മൾ വീട് മാറുമ്പോൾ ദൈവത്തോടൊക്കെ ഒന്ന് ചോദിക്കണം, നല്ലതായിരിക്കും. യാക്കോബിന് അതല്ലേ പറ്റിയത്? എവിടെ താമസിക്കുന്നത് ദൈവം നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ താമസിക്കാവൂ. ദൈവം നമ്മൾ എവിടെയാണോ നിർത്തിയത് അവിടെ നിൽക്കണം. കുറച്ച് ആത്മീയമായിട്ട് മുന്നിൽ വന്നവർക്കേ ഇത് ക്യാച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. എങ്കിലും പഠിച്ചിരിക്കുക കുറച്ച് കാര്യങ്ങളൊക്കെ. ദൈവം നമ്മളെ നടുന്നെടുത്ത് നമുക്ക് സ്വസ്ഥതയും സമാധാനമൊക്കെ ലഭിക്കും. ഇന്ന് പകൽ സമയം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ, ഞാൻ വീട് വയ്ക്കേണ്ടത് എവിടെയെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ കർത്താവ് തന്നെ ആകട്ടെ. ഞാൻ എവിടെ താമസിക്കണമെന്ന് ദൈവം തീരുമാനിക്കട്ടെ. ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവർ, ആമേൻ, ഒരു വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ, ഒരു പുതിയ ദേശത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ, ആമേൻ, അത് കാശുണ്ടാക്കാൻ വേണ്ടി ലോണിന് വേണ്ടി ഇറങ്ങുന്നതിന് മുമ്പേ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് എന്നെ സെറ്റിലാക്കണം. എവിടെയാണ് താമസിക്കണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ കർത്താവേ നീ തീരുമാനിക്കണം. പലയിടങ്ങളിലും നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ചെന്ന് താമസം ആരംഭിച്ചിട്ട് പലപ്പോഴും പരാജയത്തോടുകൂടി യാക്കോബിനെ പോലെ കടന്നു വരാതെ ദൈവിക അനുവാദത്തോടുകൂടി നമ്മൾ പോകുമ്പോൾ നമ്മൾ സക്സസ് ആകും. മനസ്സിലാകുന്നു? ഒരുപക്ഷെ ഒരു ആലോചന കിട്ടിയില്ലെങ്കിലും, ഇപ്പം നിർത്താം, ആലോചന കിട്ടിയില്ലെങ്കിലും ഒരു 3 മാസമെങ്കിലും മറ്റേ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ചിലതൊക്കെ കണ്ണടയ്ക്കും എന്ന് തോന്നുന്നു. മനസ്സിലായോ? ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ലോൺ എടുക്കാൻ പോകുന്നതിന് മുമ്പേ, അല്ലെങ്കിൽ അതിനുവേണ്ടി ചിട്ടി കെട്ടാൻ പോകുന്നതിന് മുമ്പേ. അപ്പം എല്ലാവരും പൈസ ഉണ്ടാക്കാനേ നോക്കില്ല, വസ്തു നമുക്ക് എവിടെ വേണോ കിട്ടുമെന്ന് പറയും. അങ്ങനെയല്ല, അത് തുടങ്ങുമ്പോഴേ കർത്താവ് നിനക്ക് ഇഷ്ടമുള്ളത് തന്നെ സെറ്റിലാക്കണം. ഞാൻ എവിടെ താമസിക്കണം നീ തീരുമാനിക്കണം. എവിടെ ദൈവഹിതം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പക്ഷേ ചെന്ന് പെട്ടുപോയത് ചിലപ്പോൾ നമ്മുടെ ഇഷ്ടമുള്ള സ്ഥലമായിരിക്കാം, അല്ലേ? നമുക്ക് ഇഷ്ടമുള്ളിടത്തായിരിക്കും ചെന്ന് പെട്ടുപോയത്. എനിക്ക് തോന്നുന്നു, കാരണം ഈ 3 മാസം വെച്ച് പ്രാർത്ഥിച്ചല്ലോ, ദൈവം ചിലപ്പോൾ കണ്ണടയ്ക്കും. ആ പെട്ടുപോയ സ്ഥലത്ത് ദൈവം നിനക്ക് അനുഗ്രഹിച്ച് തരാനും സാധ്യതയുണ്ട്. ഒരു ഉപദേശമല്ല, നീ ചോദിക്കുകയെങ്കിലും ചെയ്തല്ലോ, നീ പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്തല്ലോ, സ്വന്തം ഇഷ്ടപ്രകാരമല്ല എന്നുള്ളത്. ഇല്ല എങ്കിൽ ദൈവഹിതത്തിന് വേണ്ടി കാത്തിരിക്കണം. നിങ്ങൾക്ക് നേരിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രാർത്ഥിച്ച് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവരോട് പോയി ചോദിക്കാം. പക്ഷെ ചോദിച്ചാൽ ഒരു കുഴപ്പമുണ്ട്. എന്തെങ്കിലും അവർ പറഞ്ഞു കഴിഞ്ഞാൽ, കല്ലാണെങ്കിലും മുള്ളാണെങ്കിലും കയ്പാണെങ്കിലും പുളിപ്പാണെങ്കിലും അതിനെ തന്നെ ഏറ്റെടുക്കണം. കർത്താവേ എൻ്റെ മക്കളെ നിനക്ക് ഇഷ്ടമുള്ളിടത്ത് സെറ്റിലാക്കണം. ഞങ്ങളുടെ ഇഷ്ടമല്ല, ദൈവഹിതപ്രകാരം നടക്കട്ടെ. ദൈവഹിതപ്രകാരം നമ്മൾ യാക്കോബിൽ നിന്ന് പഠിച്ചത്, ഞാൻ എവിടെ വീട് വയ്ക്കണമെന്ന്, എവിടെ ബിസിനസ് ചെയ്യണമെന്ന് ഞാനല്ല തീരുമാനിക്കേണ്ടത്, എൻ്റെ കർത്താവ് തീരുമാനിക്കട്ടെ. അതിനായിട്ട് ചില പുതിയ താമസക്കാർ, ചില പുതിയ ഏരിയകളിൽ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇന്നു മുതൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവം അയക്കുന്ന സ്ഥലത്ത്, ദൈവം നിങ്ങളെ നടുന്ന സ്ഥലത്ത്, ദൈവഹിതമുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് താമസം ഉറപ്പിക്കുവാൻ, വീട് വയ്ക്കുവാൻ, നിന്റെ കുഞ്ഞിനെ കല്യാണം കഴിപ്പിച്ച് അയക്കാൻ, അല്ലെങ്കിൽ നിന്റെ കുഞ്ഞിന് വിവാഹം കഴിച്ചു കൊണ്ടുവരാനൊക്കെ ദൈവത്തിന്റെ ഹിതത്തിന് വേണ്ടി കാത്തിരിപ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ വ്യക്തിപരമായി ദേവദാസൻ ഡോക്ടർ ഷാജി ഷാലോം അവരുകളെ നേരിട്ട് കണ്ട് പറയുവാനും പ്രാർത്ഥിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഷാലോം പ്രയർ ടവർ കാട്ടാക്കടയിൽ തിങ്കൾ, ചൊവ്വ, വ്യാഴം, വെള്ളി ദിവസങ്ങളിലും ഷാലോം പ്രയർ ടവർ തിരുമലയിൽ ശനിയാഴ്ചയിലും ദേവദാസൻ അവൈലബിൾ ആണ്. നിങ്ങളുടെ സമയം ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇന്നത്തെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ഒരു സന്ദേശം ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹത്തിനൊക്കെ കാരണമാക്കി മാറ്റട്ടെ. തുടർന്നും ഇതുപോലുള്ള അനുഗ്രഹീതമായ ദൈവവചനം നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ ഷാലോം മിനിസ്ട്രീസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഈ ഒരു അനുഗ്രഹം മറ്റുള്ളവരിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുക. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.